കണ്ണൂർ ചെറുകുന്ന പുന്നച്ചേരിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേരടക്കം 5 പേരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു ഈ ദാരുണമായ സംഭവമുണ്ടായത്. കരിവെള്ളൂർ സ്വദേശികളായ സുധാകരൻ, കൃഷ്ണൻ, അജിത, ആകാശ്, കാലിച്ചാനടുക്കം സ്വദേശി പത്മകുമാർ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ അപകടം സംഭവിച്ചത്. അതായത് കോഴിക്കോട് ഭാഗത്തു നിന്നും കാസർഗോഡേക്ക് പോവുകയായിരുന്ന കാറും ഒപ്പം തന്നെ കാസർഗോഡ് ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇപ്പോൾ ഈ ലോറിയുടെ മുൻഭാഗം നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ലോറിയുടെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. ഈ കാറ് മറ്റൊരു ലോറി ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ ആ ലോറിയിൽ ഇടിച്ച് കറങ്ങി വന്ന് ഈ ലോറിയിൽ വന്ന് തട്ടുകയായിരുന്നു എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഏതായാലും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ കാറിൻ്റെ ഭാഗങ്ങളൊക്കെ തെറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ബമ്പർ അടക്കമുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 5 പേരാണ് മരിച്ചത്. അതിൽ ഒരേ കുടുംബത്തിലെ 4 അംഗങ്ങളുണ്ട്. പിന്നീട് മറ്റൊരാൾ ഡ്രൈവറുമാണ്. അങ്ങനെ മൊത്തം 5 പേരുടെ ജീവൻ നഷ്ടമാക്കിയ വലിയ ദാരുണമായ അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും കാറ് പൂർണ്ണമായും ഈ അപകടത്തിൽ തകർന്നിട്ടുണ്ട്. കാറിൻ്റെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഗങ്ങളുമില്ല. അങ്ങനെ പൂർണ്ണമായും തകർന്ന നിലയിലാണ് കാറ്. 15 വർഷത്തോളം പഴക്കമുള്ള കാറാണ്. എയർ ബാഗ് ഒന്നും തന്നെ കാറിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയധികം പേർക്ക് ജീവൻ നഷ്ടമായത്. ഈ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. എന്നാൽ നാട്ടുകാരെ കൊണ്ട് സാധിക്കുന്നില്ല ഈ വാഹനത്തിനുള്ളിൽ നിന്നും ആളുകളെ പുറത്തേക്ക് എടുക്കാൻ. അതുകൊണ്ട് ഫയർഫോഴ്സ് എത്തിയാണ് പൂർണ്ണമായും ആളുകളെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഈ 9 വയസ്സുകാരൻ ഉണ്ടായിരുന്നു. അതിൽ 9 വയസ്സുകാരൻ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് ആശുപത്രിയിലേക്ക്, പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എല്ലാവരെയും എത്തിച്ചത്. അവിടെ വെച്ച് ഈ 9 വയസ്സുകാരൻ ജീവൻ നഷ്ടമാകുകയാണ് ചെയ്തത്. ഏതായാലും സംസ്കാരമടക്കമുള്ള ചടങ്ങുകൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാവുക.